Hi everyone. DHS in the fifth module first part video നമ്മൾ ആഷ് ഡാംസ് അതിന്റെ ടൈപ്സ് മെത്തേഡ്സ് ഇൻ തിൻ സിലിണ്ടർ തിയറി ഇത്രയുമാണ് പറഞ്ഞു നിർത്തിയത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എർത്ത് ഡാംസിനെ കുറിച്ചാണ്. അതിന്റെ ടൈപ്സ്, കോസസ് ഓഫ് ഫെയിലേഴ്സ് ആൻഡ് ഡിസൈൻ ക്രൈറ്റീരിയ ഇത്രയുമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുക. ആദ്യം എർത്ത് ഡാംസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതെന്ന് പറയുന്നത് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെ ഉപയോഗിച്ച് യാതൊരുവിധ പ്രോസസ്സിങ്ങും കൂടാതെ എങ്ങനെയാണോ അത് അവൈലബിൾ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് എർത്ത് ഡാംസ് എന്ന് പറയുക. അങ്ങനെ എങ്ങനെയാണ് സ്ട്രെങ്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സസ്, അതുപോലെ പാർട്ടിക്കിൾസിലെ കൊഹസീവ് ഫോഴ്സസ് ആൻഡ് അതിൻ്റെ പൊസിഷൻ, ഈ കാര്യങ്ങളിൽ നിന്നാണ് അത് അതിൻ്റെ സ്ട്രെങ്ത് ഡിറൈവ് ചെയ്യുക. ഇത് പ്രിഫർ ചെയ്യുന്നത് ഫൗണ്ടേഷൻ സോയിൽ വളരെ വീക്ക് ആകുമ്പോഴാണ്. ഒരു മേസൺറി സ്ട്രക്ചറിനൊക്കെ വളരെ വലിയ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ടാവും. ആ ഒരു സെൽഫ് വെയിറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഈ ഫൗണ്ടേഷൻ സോയിലിന് ഇല്ലെങ്കിലാണ് നമ്മൾ ഈ എർത്ത് ഡാംസ് പ്രിഫർ ചെയ്യുക. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റോൾഡ് ഫിൽ ഡാം ആൻഡ് ഹൈഡ്രോളിക് ഫിൽ ഡാം. ആദ്യത്തേത് റോൾഡ് ഫിൽ ഡാം. ഇതിനകത്ത് നമ്മൾ എംബാക്ക്മെന്റ് ലെയേഴ്സ് ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക, സക്സസീവ് മെക്കാനിക്കലി കോമ്പാക്റ്റഡ് ലെയേഴ്സ് ആയിട്ട്. അതിനാദ്യം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ബോറോ പിറ്റ്സിൽ നിന്ന് കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ ബുൾഡോസേഴ്സ് വെച്ച് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വാട്ടർ അതിനകത്തേക്ക് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് സ്പെസിഫൈഡ് തിക്നെസ് ഉള്ള പ്രോപ്പർ വാട്ടർ കണ്ടന്റ് ഉള്ള ലെയേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ സ്പ്രെഡ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ തെറബ്ലി കോമ്പാക്ട് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോണ്ട് ഉണ്ടാവും. ഓവറോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. അതിനെ നമ്മൾ ഫർദർ ഹോമോജീനിയസ് എംബാക്ക്മെന്റ് ടൈപ്പ്, സോൺഡ് എംബാക്ക്മെന്റ് ടൈപ്പ് ആൻഡ് ഡയഫ്രം എംബാക്ക്മെന്റ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഹോമോജീനിയസ് എംബാക്ക്മെന്റ് ടൈപ്പ്. ഇതിനകത്ത് ഒരു സിംഗിൾ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഫുൾ ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. പക്ഷേ ഒരു ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ലോപ്സിനാണ് ഏറ്റവും കൂടുതൽ ഫെയിലിയർ ചാൻസസ് ഉണ്ടാവുക. അപ്പോൾ സ്ലോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിന് ഒരു വേറൊരു ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള ഒരു എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ജനറൽ ഒരു സിംഗിൾ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഫുൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ലോ ടു മോഡറേറ്റ് ഹൈറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാം പ്രിഫർ ചെയ്യുക. ഇതിന് തന്നെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് മോഡിഫൈഡ് ഹോമോജീനിയസ് ഡാം ഉണ്ട്. അതിനകത്തൊരു ഇന്റേണൽ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹൊറിസോണ്ടൽ ഫിൽറ്റർ ഡ്രെയിൻ ആയിട്ട് ഒരു ഇന്റേണൽ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഡാം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സീപ്പേജിന്റെ ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവുന്ന സീപ്പേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഡ്രെയിനേജ് ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് സ്റ്റീപ്പർ സ്ലോപ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡ്രെയിനേജ് ഫിൽറ്റർ ഉണ്ടാക്കുന്നത് ഒരു പെർവിയസ് അല്ലെങ്കിൽ സെമി പെർവിയസ് സോയിൽസ് വെച്ചിട്ടായിരിക്കും. ഒരു വാട്ടർ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്സ്ട്രീം സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. കാരണം ഒരു സഡൻ ഡ്രോ ഡൗൺ കണ്ടീഷനിൽ അത് സേഫ് ആയിരിക്കണം. സഡൻ ഡ്രോ ഡൗൺ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അപ്സ്ട്രീം സൈഡിൽ ഒരു റിസർവെയർ, ഫുൾ റിസർവെയർ ലെവൽ വരെ വാട്ടർ ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഈ വാട്ടറിനെ അങ്ങ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ സൈഡിൽ വാട്ടർ ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ ഈ സോയിൽ ഇപ്പോഴും സാച്ചുറേറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ സഡൻ ഡ്രോ ഡൗൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ അത് ഫെയിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്സ്ട്രീമിന്റെ സ്ലോപ്പ് കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. അടുത്തത് സോൺഡ് എംബാക്ക്മെന്റ് ടൈപ്പ്. സോൺഡ് എംബാക്ക്മെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനകത്തൊരു സെൻട്രൽ ഇംപെർവിയസ് കോർ കാണും. അതിൻ്റെ പുറത്തൊരു പെർവിയസ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഷെല്ലും കാണും. അതുപോലെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലോപ്പ് പ്രൊട്ടക്ഷനും അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്തും ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ഓഫ് ഡ്രെയിൻസ് ഉണ്ടാവും. ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ ഡ്രെയിൻസ് കൊടുക്കും. അതിൻ്റെ മെയിൻ ഫംഗ്ഷനും സീപ്പേജിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ പെർവിയസ് ഷെല്ല് ഫ്രീലി ഡ്രെയിനിങ് ആയിട്ടുള്ള പെർവിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ലോഡിനെ ഈക്വലി യൂണിഫോംലി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പെർവിയസ് ഷെല്ലിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇംപെർവിയസ് ആയിട്ടുള്ള ഒരു കോർ ഉണ്ടാവും. ആ കോറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സീപ്പേജിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇതിന്റെ പെർവിയസ് ഷെല്ലിന്റെയും ഇംപെർവിയസ് കോറിന്റെയും ഇടയ്ക്ക് ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് ഒരു സെമി പെർവിയസ് സോൺ കൂടെ നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ചില കേസസിൽ. ഇതിന്റെ അപ്സ്ട്രീം സൈഡിലെ പെർവിയസ് സോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്
റാപ്പിഡ് ഡ്രോ ഡൗൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സഡൻ ഡ്രോ ഡൗൺ കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ സൈഡിൽ അപ്സ്ട്രീം സൈഡിലെ പെർവിയസ് ഷെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം സൈഡിലെ പെർവിയസ് ഷെല്ലാണെങ്കിൽ സീപ്പേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ സെൻട്രൽ ഇംപെർവിയസ് സ്കോറും സീപ്പേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ഡയഫ്രം എംബാങ്ക്മെന്റ് ടൈപ്പ്. ഇത് ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ഈ ബൾക്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു പെർവിയസ് മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു തിൻ ഡയഫ്രം കൊടുക്കും. ഇംപെർവിയസ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു തിൻ ഡയഫ്രം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. സിമെന്റ് കോൺക്രീറ്റോ ബിറ്റുമിനസ് കോൺക്രീറ്റോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ ഡയഫ്രം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഇതിന്റെ മെയിൻ ഫംഗ്ഷനും സീപ്പേജിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു സെൻട്രൽ വെർട്ടിക്കൽ കോർ അല്ലെങ്കിൽ ഷാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അപ്സ്ട്രീം ഫേസിൽ ഒരു ബ്ലാങ്കറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് ഡയഫ്രം ടൈപ്പ് എംബാങ്ക്മെന്റ് എന്ന് വിളിക്കണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ തിക്നെസ് ഓഫ് ഡയഫ്രം, ഈ ഡയഫ്രത്തിന്റെ ഈ ഹൊറിസോണ്ടൽ തിക്നെസ് ഒന്നെങ്കിൽ 10 മീറ്ററിൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ ഈ ടോട്ടൽ ഹൈറ്റ് ഓഫ് എംബാങ്ക്മെന്റിൽ കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ഡയഫ്രം ടൈപ്പ് ആവുള്ളൂ. ഈ തിക്നെസ് എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ 10 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ദ ഹൈറ്റ് ഓഫ് എംബാങ്ക്മെന്റ് ആണെങ്കിൽ അത് സോൺഡ് എംബാങ്ക്മെന്റ് ടൈപ്പ് ആയിട്ട് മാറും. അടുത്ത ടൈപ്പാണ് ഹൈഡ്രോളിക് ഫിൽ ഡാം. അതിനകത്ത് മെറ്റീരിയൽസ് എക്സ്കവേറ്റ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് മെത്തേഡ്സ് വഴിയായിരിക്കും. അതിൽ നമ്മൾ ആദ്യം ഫ്ലൂംസ് കൺസ്ട്രക്ട് ചെയ്യും സൈറ്റിൽ. ഫ്ലൂംസ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആയിട്ട് ആർട്ടിഫിഷ്യലി മെയ്ഡ് ചെയ്യുന്ന ചാനൽസ് ആണ്. ഈ ഫ്ലൂംസ് നമ്മളൊരു സ്യൂട്ടബിൾ ഫോളിംഗ് ഗ്രേഡിയന്റിൽ കൺസ്ട്രക്ട് ചെയ്യും. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ് ഇല്ലാതെ ഗ്രാവിറ്റി ഉപയോഗിച്ച് തന്നെ ഇതിനകത്തേക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് ചെന്ന് പ്ലേസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊരു ഫോളിംഗ് ഗ്രേഡിയന്റിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഡാം കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇത് ആവശ്യമുള്ള വാട്ടർ കണ്ടന്റ് നമ്മൾ അതിനകത്തേക്ക് പമ്പ് ചെയ്യും. ആ സ്ലഷ് അതിൻ്റെ ഔട്ട്ലെറ്റിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യും. സ്യൂട്ടബിൾ ഇന്റർവെല്ലിൽ അതിൻ്റെ ഔട്ട്ലെറ്റിൽ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സ്ലഷ് ആ ബാങ്കിന്റെ സെന്ററിലേക്ക് ഒഴുകാൻ തുടങ്ങും. ആ ഒഴുകുമ്പോൾ ഇതിനകത്ത് കോഴ്സ് മെറ്റീരിയൽസും ഫൈൻ മെറ്റീരിയൽസും ഉണ്ട്. കോഴ്സ് മെറ്റീരിയൽസിന്റെ വെയിറ്റ് കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ അത് ഔട്ടർ എഡ്ജിൽ സെറ്റിൽ ചെയ്യും. പക്ഷെ ഫൈൻ മെറ്റീരിയൽസിന് കുറച്ചും കൂടെ മൂവ് ചെയ്യാൻ പറ്റും, വെയിറ്റ് കുറവായതുകൊണ്ട്. അതുകൊണ്ട് സെന്ററിൽ ചെന്നായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവിടെ ഒരു ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സോണിങ് നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അതിന് കോമ്പാക്ഷന് പ്രൊവൈഡ് ചെയ്യാറില്ല. രണ്ടാമത്തെ ടോപ്പിക്കാണ് കോസസ് ഓഫ് ഫെയിലേഴ്സ് ഓഫ് എർത്ത് ഡാം. ഫെയിലിയർ കോസസ് മെയിൻലി 3 എണ്ണമാണ്. ഹൈഡ്രോളിക് ഫെയിലിയർ, സീപ്പേജ് ഫെയിലിയർ ആൻഡ് സ്ട്രക്ചറൽ ഫെയിലിയർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ഹൈഡ്രോളിക് ഫെയിലേഴ്സ് ആണ്. അതിനകത്ത് 4 ടൈപ്പ് ഓഫ് ഫെയിലേഴ്സ് ഉണ്ട്. ഓവർ ടോപ്പിംഗ്, വേവ് ഇറോഷൻ, ടോ ഇറോഷൻ ആൻഡ് ഗള്ളിങ്. അതിനകത്ത് ആദ്യത്തേത് ഓവർ ടോപ്പിംഗ്. ഓവർ ടോപ്പിംഗ് എന്ന് പറയുമ്പോൾ അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളം ഇത് കവിഞ്ഞ് ഇതിന്റെ മുകളിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകുന്നതിനെയാണ് നമ്മൾ ഓവർ ടോപ്പിംഗ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡിസൈൻ ഫ്ലഡ് കാൽക്കുലേറ്റ് ചെയ്തതിലെ പ്രശ്നങ്ങളായിരിക്കും. ഡിസൈൻ ഫ്ലഡ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ശരിക്കുമുള്ള വാല്യൂവിനേക്കാളും കുറവായിട്ടാണ് അങ്ങനെ ഒരു എറർ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓവർ ടോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്പിൽവേ ഇൻസഫിഷ്യന്റ് കപ്പാസിറ്റി ആയിരിക്കും. ആ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിൽ ഇത്രയും വാട്ടർ അതിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു സ്പിൽവേ ആയിരിക്കാം. അല്ലെങ്കിൽ സ്പിൽവേയോ ഗേറ്റ്സിലോ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിരിക്കാം, ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ഉണ്ടായിരിക്കാം. അതുപോലെ ഫ്രീ ബോർഡ് ഇൻസഫിഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടായി കാണും. ഇങ്ങനെയൊക്കെയുള്ള റീസൺസ് കാരണമായിരിക്കും ഓവർ ടോപ്പിംഗ് ഉണ്ടാവുക. രണ്ടാമത്തേതാണ് വേവ് ഇറോഷൻ. വേവ് ഇറോഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാമിന് ഒരു സ്ലോപ്പ് പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഒരു ഇംപ്രോപ്പർ സ്ലോപ്പ് പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ലോപ്പ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടേ ഇല്ല എങ്കിൽ ഈ ഡാമിന്റെ സർഫസിലുള്ള വാട്ടർ വേവ്സ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ വേവ്സ് അവിടെ വന്ന് തട്ടുകയും അതിന്റെ ഫോഴ്സ് കാരണം കുറച്ച് എർത്ത് അവിടെ നിന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ അവിടെ ഒരു സ്ലിപ്പ് ഉണ്ടാവും, എല്ലാം കൂടെ ഇടിഞ്ഞു വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ഫെയിലർ ആണ് വേവ് ഇറോഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടോ ഇറോഷൻ. ടോ ഇറോഷൻ എന്ന് പറയുമ്പോൾ വേവ് ഇറോഷന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ഉണ്ടാവുന്നത് ടെയിൽ വാട്ടർ കാരണമാണെന്നേ ഉള്ളൂ.
ടെയിൽ വാട്ടർ കാരണം ഉണ്ടാകുന്ന ഇറോഷൻ അല്ലെങ്കിൽ സ്പിൽവേ എന്നൊക്കെയുള്ള കറൻസ് കാരണം ഉണ്ടാകുന്ന ഇറോഷൻ കാരണമാണ് ടോ ഇറോഷൻ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന ഇറോഷനും ഇതുപോലെ ഒരു സ്ലിപ്പ് അവിടെ കോസ് ചെയ്യുന്നുണ്ടാവും. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിക്ക് റിപ്രാപ്പ് കൊടുക്കാൻ പറ്റും ഡൗൺ സ്ട്രീം സ്ലോപ്പിൽ. ഈ റിപ്രാപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒരു ബ്ലാങ്കറ്റ് ഓഫ് സ്റ്റോൺസ് ആണ്. സ്റ്റോൺസ് വെച്ചിട്ട് ഒരു ബ്ലാങ്കറ്റ് പോലെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഡൗൺ സ്ട്രീം സൈഡിൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ലോപ്പിനെ കുറച്ചും കൂടി സ്റ്റേബിൾ ആക്കാൻ പറ്റും. അതുപോലെ വേവ് ആക്ഷനിൽ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഗള്ളിയിങ്. ഗള്ളിയിങ് എന്ന് പറയുമ്പോഴേക്കും ഹെവി ഡൗൺ പോർ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനോ മഴയോ സ്റ്റോം ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും ഡൗൺ സ്ട്രീം സൈഡിലെ സ്ലോപ്പിൽ ഗള്ളീസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നത് കാരണം ഇതുപോലെ സ്ലിപ്പ് ഉണ്ടായി അത് ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേംസ്, ടർഫിങ് അല്ലെങ്കിൽ നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ടൈപ്പാണ് സീപ്പേജ് ഫെയിലേഴ്സ്. സീപ്പേജ് ഫെയിലേഴ്സിനകത്ത് രണ്ട് ടൈപ്പ് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, പൈപ്പിംഗ് ആൻഡ് സ്ലവിങ്. ഇതിൽ പൈപ്പിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പൈപ്പിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇനി പറയാം. അതിനകത്ത് ഈ ഒരു ഡാമിന്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഇവിടെ സീപ്പേജ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡാമിന്റെ ബോഡിയിൽ കൂടെയും അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷനിൽ കൂടെയും ഒക്കെ സീപ്പേജസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന സീപ്പേജസിന് മെയിൻ ആയിട്ടും 4 എഫക്റ്റ് ആണ് ഉണ്ടാവുക, 4 ബാഡ്ലി ഇൻഫ്ലുവൻസിങ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന സീപ്പേജ് ആണ് അവിടെ ഇറോസീവ് ഫോഴ്സസ് ഉണ്ടാവും. അങ്ങനെ ഇവിടെയുള്ള പാർട്ടിക്കിൾസിനെ അത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഇവിടെയുള്ള ഫൈനിനെയൊക്കെ അത് റീഅറേഞ്ച് ചെയ്യുകയും വോയിഡ്സ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് സാൻഡ് ബോയിലിംഗ് ആണ്. ആ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ പോർ പ്രഷർ ഉണ്ടാവും. ഇങ്ങനെ ഒരു സീപ്പേജ് ഉണ്ടാവുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന ഒരു പോർ പ്രഷറിന് ഈ സോയിലിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതാണ് സാൻഡ് ബോയിലിംഗ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇന്റേണൽ ഇറോഷൻ കാരണം, ഇങ്ങനെയുള്ളൊരു ഇറോഷൻ കാരണം ഇവിടുന്ന് ഈ സോയിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കൊണ്ട് ഇവിടെ ഇതൊരു പൈപ്പ് പോലെ ഒരു ഓപ്പൺ കോൺഡ്യൂട്ട് പോലെ ആവും. അങ്ങനെയുള്ളൊരു ഓപ്പൺ കോൺഡ്യൂട്ടായി മാറുന്നതിനെയാണ് നമ്മൾ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇതാണ് പൈപ്പിംഗ്. അപ്പോൾ അത് ഈ ഒരു സീപ്പിംഗ് വാട്ടറിന്റെ എഫക്റ്റ് തന്നെയാണ്. അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോയിൽ സ്ട്രെങ്ത്, ഇവിടെ ഒരു ഇന്റേണൽ പ്രഷർ ഉണ്ടാവുന്നത് കൊണ്ട് ഈ ഒരു സോയിൽ സ്ട്രെങ്ത് കുറയും. അങ്ങനെ കുറയുമ്പോൾ നമുക്ക് ഈ സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് കുറഞ്ഞാൽ അവിടെ ഷിയർ ഫെയിലേഴ്സ് ഉണ്ടാവും. ആ ഒരു ഷിയർ ഫെയിലിയറും സീപ്പേജിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ സീപ്പേജ് വാട്ടറിന് മെയിൻ ആയിട്ട് ഇവിടെ 4 എഫക്ട്സ് ആണ് വരിക. ഇറോഷൻ ഉണ്ടാക്കും, സാൻഡ് ബോയിലിംഗ്, പൈപ്പിംഗ് ആൻഡ് ഷിയർ ഫെയിലിയർ. ഇതിനകത്ത് പൈപ്പിംഗ് ആണ് നമ്മുടെ ടോപ്പിക്. പൈപ്പിംഗ് കാരണം, അതായത് ഇവിടെ ഒരു ഓപ്പൺ കോൺഡ്യൂട്ട്സ് ആയിട്ട് മാറുന്നത് കാരണം ഇതിന്റെ സ്റ്റെബിലിറ്റി പോവുകയും ഡാം ഇൻ ആസ് എ ഹോൾ കൊളാപ്സ് ചെയ്യാനുമുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എംബാങ്ക്മെന്റിലുള്ള ലീക്സും പൈപ്പിംഗ് ഫെയിലിയർ ഉണ്ടാക്കാം. ഇതുണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനിലുള്ള ക്വാളിറ്റി കൺട്രോളിന്റെ ലാക്ക് ആണ്. അതായത് അതിനകത്തൊന്നെങ്കിൽ പെർവിയസ് ലെയേഴ്സ് ആയിരിക്കും എംബാങ്ക്മെന്റിൽ, അത് വെള്ളം പെർമേറ്റ് ചെയ്യാൻ കടത്തിവിടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ സീപ്പേജിന്റെ ചാൻസസ് കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ കോമ്പാക്ഷൻ കുറവായിരിക്കും. ഈ ഔട്ട്ലെറ്റ് പൈപ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് അപ്പർട്ടനൻസിന്റെ അടുത്തൊക്കെ കോമ്പാക്ഷൻ വളരെ കുറവാണെങ്കിലും അവിടെ നമുക്ക് വാട്ടർ ഇങ്ങനെ സീപ്പ് ചെയ്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ബോണ്ട് കുറവാണ്. കോമ്പാക്ഷൻസ് ഫൗണ്ടേഷൻ അബട്ട്മെന്റിലൊക്കെ കോമ്പാക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തതാണ് സ്ലവിങ്. സ്ലവിങ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഫുൾ റിസർവെയർ കണ്ടീഷനിലാണെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയുന്നത് ഇറോഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ലംബ് അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ സ്ലൈഡ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഇറോഡ് ചെയ്ത് പോയിട്ട് അങ്ങനെ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പിൽ നിന്ന് കുറച്ചും കൂടി സ്റ്റീപ്പ് ആയിട്ടൊരു സ്ലോപ്പ് അവിടെ ഉണ്ടാവും, ഇങ്ങനെ ഇറോഡ് ചെയ്ത് പോയത് കാരണം. ഇങ്ങനെ അവിടെ അപ്പോഴും അത് സാച്ചുറേറ്റഡ് ആണ്. അങ്ങനെ അത് വീണ്ടും വീണ്ടും ഇറോഡ് ചെയ്ത് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേ ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു സ്ലോപ്പ് അൺസ്റ്റേബിൾ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഒരു ഫേസ് അൺസ്റ്റേബിൾ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് ഈ ഡാം വളരെ തിന്നായി ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനെ തിന്നായി വരുമ്പോഴേക്കും ഇതിന് ആ ഒരു വാട്ടർ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സ്ലവിങ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് സ്ലവിങ്. മൂന്നാമത്തെ
മൂന്നാമത്തെ ടൈപ്പാണ് സ്ട്രക്ചറൽ ഫെയിലേഴ്സ്. സ്ട്രക്ചറൽ ഫെയിലേഴ്സിനകത്ത് മെയിനായിട്ട് 9 ടൈപ്പ് ഫെയിലേഴ്സ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സ്ലോപ്പ് ഫെയിലിയർ ഡ്യൂ ടു കൺസ്ട്രക്ഷൻ പോർ പ്രഷർ. അപ്പോൾ ഇവിടെ ഡാം നമ്മളൊരു ഇംപെർവിയസ് ആയിട്ടുള്ള ഒരു കംപ്രസിബിൾ സോയിലാണ് നമ്മൾ കൊണ്ട് വെക്കുന്നതെങ്കിൽ ഇംപെർവിയസ് ആയതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ പോർ പ്രഷർ അതിനകത്തേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡ്രെയിനേജ് ഇല്ലാത്തത് കൊണ്ട് പോർ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൺസ്ട്രക്ഷൻ്റെ ടൈമിലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഉടനെയും ഒക്കെ പോർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഇത് അപ് ടു 100% ഓഫ് ടോട്ടൽ വെയിറ്റ് വരെ പോകാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത വെയിറ്റിന്റെ ഇരട്ടി വെയിറ്റ് അതിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇങ്ങനെ പോർ പ്രഷർ കൂടുന്നത് കാരണം. ഇതുകൊണ്ട് സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടാവും. കൺസ്ട്രക്ഷൻ സ്റ്റേജിലോ അത് കഴിഞ്ഞ ഉടനെ തന്നെ സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഇത് ഇൻഡ്യൂസ് ചെയ്യും. ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് സ്ലൈഡ് ഉണ്ട്. ഫെയിലർ ഉണ്ടാകുമ്പോൾ സ്ലൈഡ് ചെയ്യുന്ന പോകുന്നത് 2 ടൈപ്പായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ ടൈപ്പ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു യൂണിഫോം റേറ്റിൽ 1-2 വീക്ക് കൊണ്ട് ആയിരിക്കും മൊത്തം സ്ലൈഡ് ചെയ്ത് പോവുക. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ റാപ്പിഡ്ലി ആൻഡ് പെട്ടെന്ന് സ്ലൈഡ് ചെയ്ത് പോകുന്നു, പെട്ടെന്ന് ഫെയിലിയർ സംഭവിക്കുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് സ്ലൈഡ് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രക്ചറൽ ഫെയിലേഴ്സിൽ വരുന്നതാണ് അപ്സ്ട്രീം സ്ലോപ്പ് സ്ലൈഡ് ഡ്യൂറിങ് സഡൻ ഡ്രോ ഡൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോ ഡൗൺ കണ്ടീഷനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അപ്സ്ട്രീമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡ്രോ ഡൗൺ ആണ് വലിയൊരു പ്രോബ്ലം ആയി നിൽക്കുന്നത്. അപ്പോൾ റിസർവെയർ നമ്മൾ സഡൻലി അങ്ങ് എംപ്റ്റി ചെയ്യാണ്. ഈ ഹൈ ലെവലിൽ നിന്ന് ഈ ലോ ലെവലിലേക്ക് വാട്ടർ പെട്ടെന്ന് അങ്ങ് വരുവാണെങ്കിൽ ഇവിടുത്തെ സോയിൽ മാസ് എപ്പോഴും സാച്ചുറേറ്റഡ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ സഡൻ ഡ്രോ ഡൗൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യാൻ ഇവിടുന്നും ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ വാട്ടറിനെ നമ്മൾ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അതിനെ കൗൺട്രാക്ട് ചെയ്യാനുള്ള ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല. അത് കാരണം നമുക്ക് ഇവിടെ ഒരു കംപ്ലീറ്റ് ഫെയിലർ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇത് കോൺഡ്യൂട്ട്സിനെയൊക്കെ അത് ബ്ലോക്ക് ചെയ്യാനുമുള്ള ചാൻസസ് ഉണ്ടാവും. അതാണ് അപ്സ്ട്രീം സ്ലോപ്പ് സ്ലൈഡ് ഡ്യൂറിങ് സഡൻ ഡ്രോ ഡൗൺ. ഡൗൺ സ്ട്രീം സ്ലോപ്പ് സ്ലൈഡിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അഫക്റ്റ് ചെയ്യുന്നത് ഫുൾ റിസർവെയർ കണ്ടീഷൻ ആണ്. സഡൻ ഡ്രോ ഡൗൺ അല്ല, പകരം ഫുൾ റിസർവെയർ കണ്ടീഷൻ ആണ് ഡൗൺ സ്ട്രീം സ്ലോപ്പിൽ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് അടുത്ത ടൈപ്പ്, ഡൗൺ സ്ട്രീം സ്ലോപ്പ് സ്ലൈഡ് ഡ്യൂറിങ് ഫുൾ റിസർവെയർ കണ്ടീഷൻ. അപ്പോൾ റിസർവെയർ ഫുൾ ആണ്, പെർക്കുലേഷൻ മാക്സിമം ആയിരിക്കുമെങ്കിൽ ഈ ഒരു സീപ്പേജ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ സീപ്പേജ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒബ്വിയസ്ലി സ്റ്റെബിലിറ്റി കുറയും. അങ്ങനെ ഇവിടെ നമുക്കൊരു ഫെയിലർ സർഫസ് ജനറേറ്റ് ചെയ്യുകയും ഈ ഡൗൺ സ്ട്രീം സൈഡ് ഫെയിൽ ആയി വീഴുകയും ചെയ്യും. അതിലും 2 ടൈപ്പ് ഓഫ് സ്ലൈഡ്സ് കാണാൻ സാധിക്കാറുണ്ട്. ഒന്ന് ഡീപ്പ് സ്ലൈഡ്സ്. ഡീപ്പ് സ്ലൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും അതിവിടെ ഒരു ക്ലേ ഫൗണ്ടേഷനിൽ കൂടെ പാസ് ചെയ്യും, എന്നിട്ട് ഫ്രീ ബോർഡ് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ പോർ പ്രഷർ പക്ഷേ അവിടെ റിലീഫ് ആവുന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് ഫെയിൽ ആയി പോവുകയും ചെയ്യും. അതുപോലെ ഇവിടെ ഒരു ഫെയിലായി ഒരു ഫെയിൽ സർഫസ് ഫെയിലായി പോകുമ്പോഴേക്കും ഇവിടെ ഈ ഒരു സ്ക്രാപ്പ് റിമെയിൻ ചെയ്യുമല്ലോ. അത് റിമെയിൻ ചെയ്യുന്നത് അതിലും വീണ്ടും ഈ ഫുൾ റിസർവെയർ കണ്ടീഷൻ്റെ പ്രശ്നങ്ങൾ ആക്ട് ചെയ്യും. ഇത് വീണ്ടും വീണ്ടും അതേ പാറ്റേണിൽ ഇങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയും അവസാനം കംപ്ലീറ്റ് കൊളാപ്സ് സംഭവിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പാണ് ഷാലോ സ്ലൈഡ്. ഷാലോ സ്ലൈഡ് എന്ന് പറയുമ്പോഴേക്കും എംബാക്ക്മെന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 1 to 2 മീറ്ററെ മാത്രമേ അത് എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറഞ്ഞതാണ് ഷാലോ സ്ലൈഡ് എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തതാണ് ഫൗണ്ടേഷൻ സ്ലൈഡ് ബൈ സ്പോണ്ടേനിയസ് ലിക്വിഫാക്ഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫൈൻ സിൽറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് സോയിലൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തെന്നി മാറും. വെയിറ്റ് വരുമ്പോഴേക്കും ഫൈൻ ആയതുകൊണ്ട് തന്നെ അത് സ്ലൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് എക്സസ് വാട്ടർ പ്രഷർ അതിനകത്തേക്ക് വരുമ്പോഴേക്ക് അവിടെ ഒരു അൺബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ അത് ഫെയിൽ ചെയ്യാം. അതാണ് സ്പോണ്ടേനിയസ് ലിക്വിഫാക്ഷൻ കാരണം ഫൗണ്ടേഷൻ സ്ലൈഡ് ഉണ്ടാവുന്നത്. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഫെയിലർ എന്ന് പറയുന്നത്. അടുത്തത് ഫെയിലർ ബൈ സ്പ്രെഡിങ്. സ്പ്രെഡിങ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ സ്ട്രാറ്റിഫൈഡ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ പല ലെയേഴ്സ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ആണ്, അതിനകത്ത് സോഫ്റ്റ് ക്ലേ ലെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഫെയിൽ ചെയ്യാനുള്ള ചാൻസസ് പിന്നെയും കൂടുതലാണ്. കാരണം ഫൗണ്ടേഷനിൽ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ പോലെ തന്നെ ഇത് സ്ലൈഡ് ചെയ്ത് ഫെയിലർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഫെയിലർ ബൈ സ്പ്രെഡിങ്. സ്ട്രാറ്റിഫൈഡ് ലെയേഴ്സ് ആണെങ്കിലാണ് ഇത് ഡൊമിനൻ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ഫെയിലർ ഡ്യൂ ടു എർത്ത് ക്വിക്ക്. എർത്ത് ക്വേക്ക് ലോജിക്കലി നമ്മൾ പറയുന്ന പോലെ തന്നെ എർത്ത് ക്വേക്ക് ഉണ്ടായാൽ നമ്മുടെ ഡാമിൽ ക്രാക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കോറിലൊക്കെ ക്രാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ലീക്കേജ് ഉണ്ടാവാം, പൈപ്പ് ഫെയിലർ ഉണ്ടാവാം, ഒക്കെ ചെയ്യാം. അപ്പോൾ എർത്ത് ക്വേക്ക് കാരണം പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ലൈക്ക് ക്രാക്സ്, ലീക്കേജ്, പൈപ്പ് ഫെയിലർ, അതുപോലെ
ക്രസ്റ്റിന്റെ ഇവിടുത്തെ സെറ്റിൽമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വേവ് ഉണ്ടാവുന്നത് കാരണം സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എംബാങ്ക്മെന്റ് സെറ്റിൽമെന്റ് ഉണ്ടാവുക, ഫ്രീ ബോർഡ് കുറയുക, അതുപോലെ ഓവർ ടോപ്പിംഗ് ഉണ്ടാവുക, ഇതൊക്കെ അവിടെ സംഭവിക്കാം. അതുപോലെ റിസർവെയറിന്റെ ഫൗണ്ടേഷൻ ഷെയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതും ഓവർ ടോപ്പിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യാം. അതുപോലെ നാച്ചുറൽ ഹിൽ സ്ലൈഡ് ചെയ്ത് പോവും, അത് കാരണം നമുക്ക് ഓവർ ടോപ്പിംഗ് ഉണ്ടാവാം. അതുപോലെ ഫൗണ്ടേഷനിലെ സോയിലിന് ലിക്വിഫാക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഷോക്ക് വേവ്സ് വരുന്നത് കൊണ്ട്. അതുപോലെ ആക്സിലറേഷൻ ഫോഴ്സസ് ഉള്ളത് കൊണ്ട് ഷിയർ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഷിയർ സ്ട്രെസ് കൂടിയിട്ട് ഷിയർ സ്ലൈഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ റിസർവെയർ കപ്പാസിറ്റിയിൽ റിഡക്ഷൻ ഉണ്ടാവാം, കാരണം ഈ മൂവ്മെന്റ് കാരണം നമ്മുടെ കപ്പാസിറ്റി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ എർത്ത് കാരണം ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ കാരണം നമുക്ക് ഡാമിന് ഒരു ഫെയിലിയർ സംഭവിക്കാൻ കഴിയും. അടുത്തതാണ് സ്ലോ പ്രൊട്ടക്ഷൻ ഫെയിലിയർ. സ്ലോ പ്രൊട്ടക്ഷൻ ഫെയിലിയർ എന്ന് പറയുമ്പോഴേക്കും ഹെവി സ്റ്റോം ഒക്കെ വരുമ്പോഴേക്കും ഈ റിസർവെയർ സർഫസിലെ വേവിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് വരികയും അത് റാപ്പിഡ്ലി ഈ സ്ലോപ്പിലേക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വേവിന്റെ എനർജി എന്ന് പറയുന്നത് ടർബുലൻസ് വഴിയാണ് അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിപ്രാപ്പ് ലെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. റിപ്രാപ്പ് ലെയർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോൺ പാക്ക് ചെയ്ത ഒരു ബ്ലാങ്കറ്റ് പോലെയാണ് ഈ സ്ലോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ റിപ്രാപ്പ് ലെയറിലേക്കാണ് ആ വേവ് വന്ന് ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ടർബുലൻസ് കാരണം ഈ റിപ്രാപ്പ് ലെയറിലുള്ള ആവറേജ് സൈസ് ഓഫ് റോക്ക് എന്ന് പറയുന്നത് വളരെ കുറവ്, ഹെവി ആയിരിക്കത്തില്ല. അത് കാരണം ഇത് ഇവിടുന്ന് വാഷ് ഓഫ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു വേവിന്റെ ഒരു ഹൈഡ്രോളിക് ഫോഴ്സസ് കാരണം ഇവിടുന്ന് ഈ ഓരോ സ്റ്റോൺസ് ആയിട്ട് ഇവിടുന്ന് വാഷ് ഔട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേവ് ഇതിനകത്തേക്ക് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നത് തന്നെ ഈ എംബാങ്ക്മെന്റ് ലെയർ, ഇതിനടിയിലുള്ള എംബാങ്ക്മെന്റ് ലെയർ എക്സ്പോസ് ചെയ്യും. അങ്ങനെ അത് ആ വിൻഡ് ഇറോഷൻ കാരണം ഉണ്ടാവുന്ന ഫെയിലിയറിൽ പറഞ്ഞ പോലെ, വേവ് ഇറോഷൻ കാരണം ഉണ്ടാവുന്ന ഫെയിലിയറിൽ പറഞ്ഞ പോലെ ഈ എംബാങ്ക്മെന്റ് ഫെയിൽ ആവാനും ഉള്ള ചാൻസസ് ഉണ്ട്. അതാണ് സ്ലോ പ്രൊട്ടക്ഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. അടുത്തത് ഫെയിലിയർ ഡ്യൂ ടു ഡാമേജ് ബൈ ബറോയിങ് ആനിമൽസ്. ഇതുണ്ടാവുന്നത് സ്മോൾ ഡാംസിൽ മാത്രമാണ്. ഇപ്പൊ മസ്ക്രാറ്റ് അതുപോലെ സ്ക്യൂറൽസ് ഇതൊക്കെ ബറോസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഡാമിൽ, നമുക്ക് നാച്ചുറൽ മെറ്റീരിയൽസ് ആയതുകൊണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നത് കാരണം നമുക്ക് ചെറിയ ഒരു ബറോ ഒക്കെ ആണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് മസ്ക്രാറ്റ്സ് ഒക്കെ ഒരുപാട് ബറോസ് അവിടെ കുഴിക്കുന്നുണ്ടെങ്കിൽ ഇത് അവസാനം എല്ലാം കൂടി ഒരു ഹണി കോംബ് സ്ട്രക്ചർ ആയിട്ട് അത് ആക്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു സ്മോൾ എർത്ത് ഡാം ഒക്കെ ആണെങ്കിൽ റിലേറ്റീവ്ലി ലെസ് സ്ട്രെങ്ത് ആയിരിക്കും, അതിന് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഫെയിലിയർ ഡ്യൂ ടു ഡാമേജ് ബൈ ബറോയിങ് ആനിമൽസ്. അടുത്തത് വരുന്നത് ഡാമേജ് കോസ്ഡ് ബൈ വാട്ടർ സോലബിൾ മെറ്റീരിയൽസ്. അപ്പോൾ ജിപ്സം പോലെയുള്ള നാച്ചുറൽ ഡെപ്പോസിറ്റ്സ് ഈ ഡാമിന്റെ സൈഡിലും അടിയിലും ഒക്കെ ആയിട്ട് കാണും. ഇതിന്റെയൊക്കെ ലീച്ചിങ് ഒക്കെ കാരണം അവിടെ ഒരു എക്സസീവ് സെറ്റിൽമെന്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഈ ഒരു സോലബിൾ മെറ്റീരിയൽ കാരണം ഇത് ജിപ്സം ഒക്കെ ആണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഹാർഡൻ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഹാർഡനിങ് കാരണം അതിന്റെ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പൈപ്സ് കോൺഡ്യൂട്ട്സ് ഒക്കെ പ്ലഗ് ആയി പോകാനുള്ള ഒരു ചാൻസസും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ഡാമിന്റെ ഫെയിലിയറിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അതാണ് ഡാമേജ് കോസ്ഡ് ബൈ വാട്ടർ സോലബിൾ മെറ്റീരിയൽസ്. അടുത്ത ലാസ്റ്റ് പോർഷൻ ആണ് ഡിസൈൻ ക്രൈറ്റീരിയ ഫോർ എർത്ത് ഡാംസ്. അപ്പോൾ ഒരു എർത്ത് ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഓവർ ടോപ്പിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞ ഫെയിലിയറിലെല്ലാം ഡൊമിനേറ്റ് ചെയ്ത് നിന്ന ഒരു കാര്യമാണ് ഓവർ ടോപ്പിംഗ്. അപ്പോൾ ഓവർ ടോപ്പിംഗ് ആണ് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ്. ഓവർ ടോപ്പിങ്ങിനെതിരെ സേഫ് ആയിട്ടുള്ള ഒരു എംബാങ്ക്മെന്റ് വേണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. അതിനുവേണ്ടി നമ്മളൊരു സഫീഷ്യന്റ് കപ്പാസിറ്റി ഉള്ള ഒരു സ്പിൽ വേ, ഔട്ട്ലെറ്റ് വർക്ക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓവർ ടോപ്പിംഗ് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാൻ. രണ്ടാമത് നമ്മൾ ആവശ്യത്തിനുള്ളൊരു ഫ്രീ ബോർഡ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഫ്രീ ബോർഡ് കുറഞ്ഞാലും അത് ഓവർ ടോപ്പിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ ടോപ്പിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മളൊരു സഫീഷ്യന്റ് ഫ്രീ ബോർഡ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ അടുത്തത് ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഒരു സീപ്പേജ് ലൈൻ, ഇവിടെയുള്ള ഒരു സീപ്പേജ് ലൈന് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിലായിരിക്കണം ഉണ്ടാവേണ്ടത്. കാരണം നമുക്ക് സ്ലവിങ് എന്നുള്ള ഒരു ഫെയിലർ നമ്മൾ പറഞ്ഞ പോലെ സ്ലവിങ് ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സീപ്പേജ് ലൈൻ ഡൗൺ സ്ട്രീം സൈഡിലായിരിക്കും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സീപ്പേജ് ഫ്ലോ എപ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പോൾ സീപ്പേജ് ഫ്ലോ ഈ എംബാങ്ക്മെന്റ്സിൽ കൂടെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അബട്ട്മെന്റ്സിൽ കൂടെയുള്ള ആ ഒരു സീപ്പേജിന്റെ ഫ്ലോ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള അപ്പർട്ടൻസസ് അല്ലെങ്കിൽ ഡിസൈൻ പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇന്റേണൽ ഇറോഷനെ തടയണം. എങ്കിലേ നമ്മൾ പൈപ്പിംഗ് ഫെയിലിയർ ഒക്കെ ഉണ്ടാവാതെ നോക്കാൻ പറ്റുള്ളൂ.
അത് കഴിഞ്ഞുള്ളതാണ് ഫ്രീ പാസേജ് ഓഫ് വാട്ടർ. അതും സീപ്പേജുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. വാട്ടറിന് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പാകത്തിന് വഴികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിഡ്സോ ഒന്നും അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് കോമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു ഡാം വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്സ്ട്രീമിലോ ഡൗൺ സ്ട്രീമിലോ ഒക്കെ വെള്ളം അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്കൊക്കെ വാട്ടർ പാസ് ചെയ്യാൻ ഒരു ഫ്രീ പാസേജ് എങ്ങും ഉണ്ടാവാതെ സൂക്ഷിക്കുക. അങ്ങനെ ഉണ്ടായാൽ അതും പൈപ്പിങ്ങിലേക്ക് ലീഡ് ചെയ്യും. അടുത്തത് പോർഷൻ ഓഫ് ഡൗൺ സ്ട്രീം. ഇംപെർവിയസ് കോറിന്റെ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്, ഡൗൺ സ്ട്രീമിൽ ഒരു നമ്മൾ ഇംപെർവിയസ് കോർ കൊടുക്കുന്നുണ്ടല്ലോ, അത് പ്രോപ്പർലി ഡ്രെയിൻഡ് ആണെന്ന് നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യണം. പ്രോപ്പർലി ഡ്രെയിൻഡ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർ പ്രഷർ കൂടുകയും അത് കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്യുകയും അങ്ങനെ ഫെയിലർ ഉണ്ടാവാനുമുള്ള ചാൻസസ് ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് സ്റ്റഡി സീപ്പേജ് കേസ്. അതായത് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീം സ്ലോപ്പും ഡിസൈൻ ചെയ്യുമ്പോഴേക്കും അത് സ്റ്റഡി സീപ്പേജ് കേസിനെതിരെ സേഫ് ആയിരിക്കണം. ഫുൾ റിസർവെയർ കണ്ടീഷനിലാണെങ്കിൽ പോലും സീപ്പേജ് കേസിനെതിരെ സേഫ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും നമ്മൾ സ്ലോപ്പിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ അപ്സ്ട്രീം സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്സ്ട്രീം സ്ലോപ്പിന് പ്രശ്നം ഉണ്ടാവുന്നത് ഡ്രോ ഡൗൺ കണ്ടീഷൻ വെച്ചിട്ടാണ്. ഡൗൺ സ്ട്രീമിനാണെങ്കിൽ അത് എന്തുവാ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺ സ്ട്രീമിനാണെങ്കിൽ ഫുൾ റിസർവെയർ ലെവൽ ആയിരിക്കും. അപ്പൊ അപ്സ്ട്രീം സ്ലോപ്പിന് നമുക്ക് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് റാപ്പിഡ് ഡ്രോ ഡൗൺ കണ്ടീഷനിലും സ്റ്റേബിൾ ആവുന്ന ഒരു രീതിക്ക് വേണം അപ്സ്ട്രീം സ്ലോപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സ്ലോപ്പ് ഓഫ് ഡാം എന്ന് പറയുന്നത് ആവശ്യത്തിന് ഫ്ലാറ്റ് ആയിരിക്കണം. ഭയങ്കര സ്റ്റീപ്പ് സ്ലോപ്പ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യരുത്. കാരണം നമുക്ക് അവിടെ ഒരു ഷിയർ സ്ട്രെസ് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഷിയർ സ്ട്രെസ് എപ്പോഴും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പോലെ ഷിയർ സ്ട്രെസ് എപ്പോഴും ഷിയർ സ്ട്രെങ്തിൽ കുറവായിരിക്കണം. എങ്കിലേ അത് ഫെയിൽ ഇല്ലാതെ ആ സോയിലിന് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഷിയർ സ്ട്രെസ് ഇങ്ങനെ കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സ്ലോപ്പ് എന്ന് പറയുന്നത് ആവശ്യത്തിന് ഫ്ലാറ്റ് ആയിട്ട് തന്നെ വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. ഒരുപാട് സ്റ്റീപ്പ് സ്ലോപ്പ് കൊടുക്കരുത്. അതുപോലെ നമ്മൾ ആ എർത്ത് ഫെയിലിൽ പറഞ്ഞ പോലെ തന്നെ എർത്ത് റെസിസ്റ്റന്റ് ആയിട്ട് വേണം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത അപ്സ്ട്രീം സ്ലോപ്പിന് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അവിടെ വേവ് ഇറോഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്സ്ട്രീമിൽ വാട്ടർ ലെവൽ ഉള്ളത് കൊണ്ട് തന്നെ വേവ് ഇറോഷൻസ് അല്ലെങ്കിൽ വിൻഡ് റെയിൻ അങ്ങനെ പ്രസിപ്പിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന ഇറോഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലും കൂടെ വേണം നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇത്രയുമാണ് നമ്മൾ ഈ ഡിസൈനിൽ നോക്കേണ്ട മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കിയിരിക്കണം. എങ്കിലേ സേഫ് ആയിട്ടൊരു എർത്ത് ഡാം നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. അടുത്ത പാർട്ടിൽ നമ്മൾ ഈ മൊഡ്യൂളിലെ ബാക്കിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.